മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആശുപത്രിയിൽ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഇന്ന് വൈകിട്ടാണ് എയിംസ് ആശുപത്രിയിൽ മൻമോഹൻ സിംഗിനെ പ്രവേശിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കർണാടകയിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചു. പ്രിയങ്ക ഗാന്ധിയും ഉടൻ എയിംസിലെത്തും. ധനസമോദ് വിവരങ്ങൾ നൽകും. ധനസമോദ്, അതീവ ഗുരുതരാവസ്ഥയിലെന്നാണ് അറിയുന്നത്. ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? അങ്ങേറ്റം ഗുരുതരമായ നിലയിലാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിനെ. അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ട് കൊണ്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. അങ്ങേറ്റം വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാലത്തിലൂടെയാണ് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവസാന സമയത്ത് ഇന്നിപ്പോൾ എല്ലാ നേതാക്കന്മാരും വളരെ അടിയന്തരമായിട്ട് തന്നെ എയിംസിലേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രിയങ്ക ഗാന്ധി ഇതിനകം തന്നെ അവർ എയിംസിൽ എത്തിയ അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിന്റെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ICU മുറിയിലേക്ക് ഇതിനകം തന്നെ എത്തിയിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് മുമ്പാണ് പ്രിയങ്ക ഗാന്ധി എയിംസിലെത്തിയത്. അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അസുഖമായിരുന്നു നേരത്തെ അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള ഗുരുതരമായ നിലയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നത്. ഇപ്പോൾ വളരെ വളരെ അത്യന്തം ഗുരുതരം എന്ന ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ എയിംസിൽ നിന്നും ലഭിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളടക്കം ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണോ ധനസമോദ്? ഇപ്പോൾ നേതാക്കന്മാരും ഉടനടി തന്നെ ആശുപത്രിയിലേക്ക് എത്താനുള്ള നിർദ്ദേശം തന്നെ നൽകിയിരിക്കുന്നത്. കാരണം അതീവ ഗുരുതരം എന്ന റിപ്പോർട്ട് തന്നെയാണ് നേതാക്കന്മാർക്ക് കൈമാറിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ വേഗത്തിൽ തന്നെ ഇപ്പോൾ നേതാക്കന്മാർ എത്തിയിരിക്കുന്നത്. പക്ഷേ സ്ഥിരീകരിക്കാത്ത തരത്തിലുള്ള ഒരു വിവരങ്ങൾ, അദ്ദേഹത്തിന്റെ വളരെയധികം ഇന്ത്യയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത വരും എന്ന തരത്തിലുള്ള ഒരു വിവരങ്ങളാണ് മറ്റു സോഷ്യൽ മീഡിയയിലെല്ലാം ഇതിനകം തന്നെ പ്രചരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നേതാക്കന്മാരെല്ലാം വലിയ തരത്തിലുള്ള ആശങ്കയിലായിരുന്നു. ഇതിനകം തന്നെ റോബർട്ട് വദ്ര ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ സോഷ്യൽ മീഡിയയിലും ഇത്തരത്തിലുള്ള ഒരു വാർത്ത പ്രചരിച്ചിരുന്നു. പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അതോടൊപ്പം തന്നെ നേതാക്കന്മാർ വലിയ തരത്തിലുള്ള ആശങ്കയിലായി. ഇതോടുകൂടിയാണ് അദ്ദേഹം വളരെ അത്യന്ത ഗുരുതരമായ നിലയിലാണ് എന്നുള്ള ഒരു വിവരം പുറത്തേക്ക് പ്രചരിച്ചത്. ഇതോടുകൂടി തന്നെയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി എയിംസിൽ ഉടനടി എത്തിയിരിക്കുകയായിരുന്നു. അതിനുശേഷം ബാക്കിയുള്ള നേതാക്കന്മാർ ഓരോ ഇപ്പോൾ എയിംസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ബുള്ളറ്റിൻ 10 മിനിറ്റിനുള്ളിൽ എയിംസിൽ നിന്ന് പുറത്തിറക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നു സുമോദ്, എല്ലാവരും കർണാടകയിലായിരുന്നിരിക്കണം. അവിടെ ബെലഗാവിൽ വിശാല പ്രവർത്തക സമിതി യോഗം നടക്കുന്നത് കൊണ്ട് ഒട്ടുമിക്ക നേതാക്കളൊക്കെ കർണാടകയിലായിരുന്നിരിക്കണം. അവിടെ നിന്ന് തിരിച്ചു കാണുമോ? ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും കാര്യം നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു റാലിയാണ് കർണാടകയിൽ നടക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ള നേതാക്കന്മാർ, കോൺഗ്രസ് അധ്യക്ഷൻ ഇപ്പോഴും കർണാടകയിൽ തന്നെ തങ്ങുകയാണ്. പക്ഷെ സോണിയാഗാന്ധി ഇന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയിരുന്നില്ല. സോണിയാഗാന്ധി ഡൽഹിയിൽ തന്നെ അവർക്ക് ശാരീരികമായ അസ്വസ്ഥത ഉള്ളത് കൊണ്ട് ഡൽഹിയിൽ തന്നെ തങ്ങുകയായിരുന്നു. പക്ഷേ മൻമോഹൻ സിംഗിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളൊരു വിവരം അറിഞ്ഞു തന്നെ ഉടൻ തന്നെ പ്രിയങ്ക ഗാന്ധി ഡൽഹിക്ക് തിരിക്കുകയായിരുന്നു. പ്രിയങ്ക ഗാന്ധി ഈ വിവരം അറിഞ്ഞിട്ട് ഇപ്പോൾ അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചതിന് ശേഷമാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ എയിംസിൽ എത്തിയിരിക്കുന്നത്. എല്ലാ നേതാക്കന്മാരോടും വളരെ അടിയന്തരമായി തന്നെ ഇപ്പോൾ ഡൽഹിയിൽ എത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ റാലി, അതായത് മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ 100ാം വാർഷികമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശാലമായ വർക്കിംഗ് കമ്മിറ്റി യോഗം ബെൽഗാമിൽ തന്നെ വെച്ച് നടത്തിയിരുന്നത്. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഒന്നടങ്കം MP-മാരും പ്രധാനപ്പെട്ട നേതാക്കന്മാരും രാജ്യസഭ ലോക്സഭാ നേതാക്കന്മാരടക്കം എല്ലാവരും ഇപ്പോൾ കർണാടകത്തിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നില വളരെയധികം ഗുരുതരമാണ് എന്നുള്ളൊരു വിവരം അറിഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ നേതാക്കന്മാർ ഓരോരുത്തരായി ഇപ്പോൾ ഡൽഹിയിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ ഒരു 2-3 മാസം മുമ്പും മൻമോഹൻ സിംഗിനെ ഇതുപോലെ ഗുരുതരമായ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന് നടക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ വീൽ ചെയറിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ശ്വാസകോശമായ സംബന്ധമായ അസുഖം വളരെയധികം രൂക്ഷമായി എന്നുള്ള ഒരു വിവരം തന്നെയാണ് ലഭിച്ചിരുന്നത്. ഈ എയിംസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആദ്യം ലഭിച്ചിരുന്ന വിവരം അദ്ദേഹം കുഴഞ്ഞു വീണു എന്നായിരുന്നു. പക്ഷേ പിന്നീട് ആണ് അറിഞ്ഞത് അത് കുഴഞ്ഞു വീണതല്ല, അദ്ദേഹം ഈ ശ്വാസകോശ സംബന്ധമായ അസുഖം കൊണ്ട് അദ്ദേഹത്തിന് അസുഖം വളരെയധികം വർദ്ധിച്ചതാണ്. ശാരീരിക അസ്വസ്ഥത വളരെയധികം വർദ്ധിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായത് എന്നുള്ള ഒരു വിവരമാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എയിംസിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ വാർത്ത അറിഞ്ഞ് നേതാക്കന്മാരെല്ലാവരും ഇപ്പോൾ എയിംസിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറെ നാളായി ശാരീരിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നാണ് അറിയുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലാണ്. അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ചുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ ഡൽഹി എയിംസിൽ നിന്നുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഡി ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.